പലപ്പോഴും നമ്മൾ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുമ്പോഴത്തേക്ക് ഡെബിറ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വരും, നമുക്ക് എ ടി എമ്മിൽ നിന്ന് പൈസ കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും പാനിക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ബാങ്കിൻ്റെ എ ടി എം കാർഡാണോ ഇട്ടെ ആ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലോട്ട് അക്കൗണ്ട് ഹോൾഡർ തന്നെ വിളിക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇട്ടത് SBIയുടെ എ ടി എം കാർഡാണെങ്കിൽ ഇപ്പം അക്കൗണ്ട് ഹോൾഡർ ഞാൻ തന്നെ ആണെങ്കിൽ അക്കൗണ്ട് ഹോൾഡർ തന്നെ വിളിക്കണം. അക്കൗണ്ട് ഹോൾഡർ തന്നെ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലോട്ട് വിളിച്ച് പറയാം, ഇതുപോലെ ഞാൻ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാൻ നോക്കി, എനിക്ക് പൈസ കിട്ടിയില്ല, ഡെബിറ്റ് ആയെന്ന് മെസ്സേജ് വന്നു, ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കംപ്ലയിൻറ്റ് അപ്പം തന്നെ റേസ് ചെയ്ത് തരും. ആ കംപ്ലയിൻറ്റ് നമ്പർ നമുക്ക് എടുത്ത് വെക്കുക. പിന്നെ ചില സാഹചര്യത്തിൽ നമ്മൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. എങ്കിലും ഒരു പ്രിക്കോഷനായിട്ട് നമ്മൾ എടുത്ത് വെക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ചിലപ്പം SBIയുടെ ATM കാർഡ് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ മെഷീനിലാണ് കൊണ്ടിട്ടെന്ന് വെച്ചു, അപ്പോൾ ഈ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഫെഡറൽ ബാങ്കിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ SBIയിലോട്ട് നമ്മുടെ കാർഡ് ഏത് ബാങ്കിൻ്റെ ആണോ അതേ ബാങ്കിലോട്ട് അതിൻ്റെ കസ്റ്റമർ കെയറിലോട്ട് അക്കൗണ്ട് ഹോൾഡർ വിളിക്കുകയാണ് വേണ്ടത്.